വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തിയ രണ്ട് വ്യക്തികളുടെ ജീവിതം പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ധ്യാനചിന്ത ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആദ്യത്തെ വ്യക്തി ലോകം കണ്ട, ലോകം ആദരിച്ച എക്കാലത്തെയും മികച്ച സൈക്ലിസ്റ്റ് ലാൻസ് ആംസ്ട്രോങ്. ഒരു കാലത്ത് അദ്ദേഹത്തെ ലോകം വാഴ്ത്തിപ്പാടിയത് സൈക്ലിംഗ് ഇതിഹാസമായും ക്യാൻസർ രോഗത്തെ വിജയിച്ചവനായും ലോകം കണ്ട എക്കാലത്തെയും മികച്ച സൈക്ലിസ്റ്റായുമാണ്. ലാൻസ് ആംസ്ട്രോങ് പലതവണ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതായും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായുമൊക്കെ ആരോപണമുയർന്നു. എന്നിരുന്നാലും ഇതെല്ലാം അദ്ദേഹം പരസ്യമായി നിഷേധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സക്സസ് കണ്ട്, വിജയം കണ്ട് ലോകം അദ്ദേഹത്തിൻ്റെ മേൽ തെറ്റായ ആരോപണം നടത്തുന്നുവെന്ന് വരെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. എന്നാൽ 2012 US ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി അദ്ദേഹം ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തുന്നുണ്ട്. തുടർന്ന് 2013 നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവിക്കുകയുണ്ടായി, യെസ് ഐ ഡോപ്ഡ്, അതെ ഞാൻ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നു. പിന്നീട് സൈക്ലിംഗ് മേഖലയിൽ നിന്നും അദ്ദേഹത്തെ ജീവിതകാലത്തേക്ക് നിരോധിക്കുന്നു. അദ്ദേഹം നേടിയ സൈക്ലിംഗ് ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന 7 ടൂർ ഡെ ഫ്രാൻസ് മെഡലുകൾ അദ്ദേഹത്തിൽ നിന്നും തിരികെ എടുക്കുന്നു. 1998 മുതൽ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ പേര് മുഴുവൻ നാമാവിശേഷമായിട്ട് മാറുന്നുമുണ്ട്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ലാൻസ് ആംസ്ട്രോങ് കായിക രംഗത്ത് മികവ് പുലർത്തിയപ്പോൾ ബിസിനസ് വ്യവസായ രംഗത്ത് മികവ് പുലർത്തിയ വ്യക്തിയാണ് രതൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. ജീവിതത്തിലുടനീളം മറ്റുള്ളവരോട് ദയ കാണിച്ച, സത്യസന്ധത പുലർത്തിയ ജീവിതം. തൻ്റെ ബിസിനസ് പ്രോഫിറ്റ് കൊണ്ട്, ലാഭം കൊണ്ട് രോഗികൾക്ക് ചികിത്സ നൽകി, ഒത്തിരിയധികം ക്യാൻസർ പേഷ്യൻസിനെ ശുശ്രൂഷിച്ചു. ഗ്രാമീണ വികസനം, ടെററിസ്റ്റ് അറ്റാക്കിൽ ബാധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും സഹായവും, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി. ഇതൊക്കെയും ചെയ്യുമ്പോഴും അദ്ദേഹം പത്രപരസ്യം നൽകിയില്ല, വേദിയിൽ പ്രസംഗിച്ചില്ല, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചില്ല. ലോകം ഇതൊക്കെയും അറിയുന്നത് പിന്നീടാണ്. അദ്ദേഹം മനുഷ്യരോട് കാണിക്കുന്ന മാനുഷിക പരിഗണന, ആഡംബര ജീവിതം നയിക്കാമായിരുന്നിട്ടും എളിമയുടെ പ്രതീകം. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, വ്യത്യസ്തരായ ഈ രണ്ട് വ്യക്തികളുടെ ജീവിതവും ഇന്നത്തെ വായനാഭാഗങ്ങളുമായിട്ട് അഭേദ ബന്ധം പുലർത്തുന്നുണ്ട്. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കും, ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. നാമൊക്കെയും രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുമ്പോഴും അതിനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും ആ വിത്ത് പൊട്ടി മുളച്ച് തഴച്ച് വളർന്ന് വലിയ ഫലം പുറപ്പെടുവിക്കുന്നു. സ്വർഗരാജ്യത്തെ യേശു കടുകുമണിയോട് ഉപമിക്കുന്നുണ്ട്. ആ ചെറിയ വിത്ത് വലിയ വൃക്ഷമായിട്ട് മാറുമ്പോൾ ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാനാകും വിധം ഉപയോഗപ്രദമാകുന്നു. ഒത്തിരി പേർക്ക് അത് ഗുണമായിട്ട് മാറുന്നുണ്ട്. വിതയ്ക്കപ്പെട്ട വിത്ത് ദിവസങ്ങൾക്കു ശേഷമാണ് വലിയ ഫലമായിട്ട് മാറുക. നാം അല്പം മുൻപ് ശ്രവിച്ച രതൻ ടാറ്റയുടെ ജീവിതവും ഇപ്രകാരമുള്ളതായിരുന്നു. ചെറിയ ചെറിയ പുണ്യങ്ങളിലൂടെ പടുതുയർത്തിയ അതിമനോഹരമായ, ഒത്തിരിയധികം പേരെ ഉൾക്കൊണ്ട വിശിഷ്ടമായ ജീവിതം. എന്നാൽ ഇതിന് വിപരീതമാണ് നാം ഒന്നാം വായനയിൽ ശ്രവിച്ച ദാവീദ് രാജാവിൻ്റെ ജീവിതം. അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അന്യൻ്റെ ഭാര്യയിൽ ആകൃഷ്ടയായിരുന്നു, ഭോഗാസക്തിയായിരുന്നു. ആ ഒരു തെറ്റ് അവൻ കളവ് പറയുന്നതിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്നുണ്ട്. രഹസ്യത്തിൽ പാകിയത് ഒരു ദിവസം പരസ്യമായി പരിണമിച്ചു. വചനയാത്രയുടെ പ്രിയ ശ്രോതാക്കളെ, എപ്പോഴും ഓർക്കുക, ദ ഹാർട്ട് ഈസ് എ ഫീൽഡ്, ഇറ്റ് വിൽ ഗ്രോ സംതിങ് either weeds or wheat. ഹൃദയം വയലാണ്. ഈ വയലിൽ എപ്പോഴും കളകളുമുണ്ടാകാം, നന്മകളുമുണ്ടാകാം. യേശുവിൻ്റെ കടുകുമണി പോലെ, രതൻ ടാറ്റയുടെ ജീവിതം പോലെ നിങ്ങളുടെ ജീവിതവും കൊച്ചു കൊച്ചു പുണ്യങ്ങളാൽ അനേകം പേർക്ക് മഹത്തരമായ ജീവിതമായി പരിണമിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.